ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് മുന്നിലേക്ക് വന്ന് ആതിരയെ നോക്കി സന്ദീപ് പറഞ്ഞു, ആതിരയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആതിര എന്റെ ഭാര്യയാണ്. ഇപ്പോൾ അതിനേക്കാൾ ഉപരി എന്റെ കുഞ്ഞിന്റെ അമ്മയും. അതുകൊണ്ട് തന്നെ ആതിര എന്റെ കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ആതിരയോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആതിര എവിടെയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എവിടെയുണ്ടോ അവിടെ ആതിരയും ഉണ്ടായിരിക്കും എന്ന് സന്ദീപ് അറിയിച്ചു. അത് കേട്ടതോടെ സച്ചിയും അർച്ചനയും ഒപ്പം സ്നേഹയും വളരെ സന്തോഷത്തിൽ നിന്നു. ഉടനെ തന്നെ സന്ദീപ് ആതിരയോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി ആരെതിർത്താലും, ആരൊക്കെ എതിർത്ത് നിന്നാലും തടസ്സം നിന്നാലും ഞാൻ ഒരു കാരണവശാലും ആതിരയെ കൈവിടില്ല എന്ന് സന്ദീപ് അറിയിച്ചു. അത് കേട്ടതോടെ സച്ചി ഉടനെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പോ സന്ദീപ് തന്റെ തീരുമാനം അറിയിച്ചല്ലോ. സന്ദീപിന് ആതിരയ്ക്കൊപ്പം ജീവിക്കുന്ന തന്നെയാണ് ഇഷ്ടമെന്നും സന്ദീപിന്റെ മനസ്സിൽ ആതിരയുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. ആതിരെ ഇനിയൊന്നും ആലോചിക്കണ്ട, അകത്തേക്ക് കയറി പോരെ എന്ന് പറഞ്ഞ് ആതിരയെ സച്ചി അകത്തോട്ട് കയറി വരാനായി അറിയിച്ചു. ഉടനെ അർച്ചനയെ നോക്കിയതും ആതിരയോട് അകത്തേക്ക് കയറാനായി അർച്ചനയും അനുമതി നൽകിയതോടെ വളരെ സന്തോഷത്തോടെ ആതിര അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു, നിർത്ത. സന്ദീപ് നീ അവന്റെ ഭാര്യയാണെന്നും നീ അവന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ സന്ദീപിന്റെ തീരുമാനത്തിനല്ല പ്രാധാന്യം, മറിച്ച് ഈ വീട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നും അവസാന തീരുമാനമെടുക്കുന്നത് അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആഗ്രഹം തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. ആതിര ഇവിടേക്ക് കയറുന്നത് ഈ കുടുംബത്തെ മൊത്തത്തിൽ അപമാനിച്ച, ഈ കുടുംബത്തെ മുഴുവൻ വേദനിച്ച, ചതിച്ച ആതിരയെ ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അവന്തിക അറിയിച്ചതും സച്ചി പറഞ്ഞു, അവന്തികേടത്തി ഇനിയെങ്കിലും ഈ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിച്ചൂടെ? ഏടത്തിക്ക് ആതിരയോടുള്ള വിദ്വേഷം എന്തെന്നറിയാം, എങ്കിലും ആ വിദ്വേഷം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, എന്റെ വിദ്വേഷവും വൈരാഗ്യവും അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരി ഈ നിൽക്കുന്ന നമ്മുടെ അച്ഛനോട് എല്ലാവരും ചേർന്ന് കാണിച്ച അനീതിയും വഞ്ചനയ്ക്കുമാണ് ഞാനിപ്പോ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ആ അച്ഛന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചതിനുള്ള പ്രതികാരം, അല്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ നൽകുന്നത്. പിന്നെ അച്ഛൻ ഇനി എന്ത് തീരുമാനം എടുത്താലും ശരി, അച്ഛൻ ഇവിടെ ആതിര കയറുന്നതിന് അനുകൂലമായി തീരുമാനമെടുത്താലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ വേദനിപ്പിച്ച എന്റെ അനുജത്തെയും പറഞ്ഞ് വഞ്ചിച്ചവര് ഈ വീട്ടിലുണ്ട്. അതിനെ കൂട്ടുനിന്നവർ ഈ വീട്ടിലേക്ക് കയറുന്നതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെയൊക്കെ ഇത്രയും നാളും വളർത്തിയത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാനാണ് ഇത്രയും നാളും വളർത്തിയത്. ആ എന്റെ വാക്കുകൾ ധിക്കരിച്ച്, ആ എന്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് നടിച്ച്, എന്റെ വേദന തിരിച്ച് അറിയാതെ എന്റെ മക്കൾ പെരുമാറുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരത്തിനോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്റെ കടമയ്ക്ക് ഞാൻ അതിന് കണക്ക് പറയല്ല. പക്ഷേ എന്റെ മനസ്സിന്റെ വേദന എന്റെ മക്കൾ തിരിച്ചറിയുന്നില്ലല്ലോ എന്നതിന്റെ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഇനി അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും ശരി, അച്ഛനൊപ്പം ഞങ്ങൾ നിൽക്കും. അച്ഛൻ ഇനി ഇവിടെ ഞങ്ങൾക്ക് എതിർത്ത്, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് അച്ഛൻ തീരുമാനമെടുക്കുന്നെങ്കിലും അച്ഛന്റെ ആ തീരുമാനത്തെ അനുകൂലിച്ച് തന്നെ ഞങ്ങൾ നിൽക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, എന്റെയും അനഘയുടെയും ഉള്ളിന്റെ ഉള്ളിൽ എന്നും ഈ വേദന ഉണ്ടാകും. അച്ഛൻ ആദ്യം സ്വീകരിക്കണമെന്നതാണ് അച്ഛന്റെ നിലപാടെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ആതിരയുടെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റാനും തയ്യാറാണ് എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ അവന്തിക സേതുമാധവന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ അവന്തിക്കും അനഘയ്ക്കും അനുകൂലമായി സേതുമാധവൻ തീരുമാനിക്കുന്ന രീതിയിൽ അവന്തിക അവിടെ അഭിനയിച്ച് തകർത്തു. അപ്പോഴേക്കും അർച്ചന മുന്നിലേക്ക് വന്ന് സേതുമാധവനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചെയ്തു പോയ തെറ്റ്, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സന്ദീപും ആതിരയും പരസ്പരം ഇഷ്ടത്തിലാകുകയും അവർ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഒന്നിച്ച് ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ദയവ് ചെയ്ത് എന്റെ തെറ്റ് പുറത്ത് അവരെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാ എന്നതിനെ നിലനിൽക്കെ തന്നെ അവരോട് അച്ഛന് ക്ഷമിച്ചൂടെ? അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ അവരെ അനുവദിച്ചൂടെ എന്ന് ചോദിച്ചതും സച്ചി മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ അച്ഛാ, ഇന്നത്തോടെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാകും. അച്ഛൻ അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുത്താൽ അവര് നല്ല രീതിയിൽ ജീവിക്കുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. അവരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക അച്ഛാ. അതുകൊണ്ട് അച്ഛൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് സേതുമാധവനോട് സച്ചിയും അർച്ചനയും ആവശ്യപ്പെടുന്നു. അത് കേട്ട് സേതുമാധവൻ
ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അച്ഛാ, ഞാൻ ചെയ്ത തെറ്റിന് അവരെ എന്തിനാണ് അച്ഛാ ശിക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ സേതുമാധവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് കുറച്ചു നേരത്തേക്കൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ എന്ത് നടപ്പിലാക്കുമ്പോഴും എന്ത് തീരുമാനം എടുക്കുമ്പോഴും എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ മക്കളോടും മരുമക്കളോടും അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിനായി എല്ലാവരുടെയും അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ആരോടും അന്വേഷിക്കുന്നില്ല. പക്ഷേ എൻ്റെ തീരുമാനം അത് ചിലരുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായി മാറിയേക്കാം. അത് എല്ലാവരും അതിന് സ്വയം തന്നെ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം എന്ന് പറഞ്ഞതും അവന്തിക വേഗം അനഘയുടെ അരികിലേക്ക് എത്തി. ഈ സമയത്ത് സേതുമാധവൻ പറഞ്ഞു, ഇവിടെ മറ്റാരേക്കാളും ഞാനിപ്പോൾ മുൻഗണന നൽകുന്നത് അവന്തികയുടെയും അനഘയുടെയും കാര്യത്തിലാണ്. അവരുടെ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരം കാണണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും ഞാൻ അവന്തികയ്ക്കും അനഘയ്ക്കും വിട്ടുകൊടുക്കണം. അവര് ഇതിൽ അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അവരിൽ നിന്ന് മാത്രമായിരിക്കും. അവരെന്ത് തീരുമാനിക്കുന്നോ അതായിരിക്കും ഇക്കാര്യത്തിൽ നടപ്പിലാവുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അർച്ചന അവന്തികയുടെ അരികിലേക്ക് ചെന്നു. എടുത്തി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി. ഇനി അതിനെ ചൊല്ലി ഒരു വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി അവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഏട്ടത്തി ഇതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഇല്ല അർച്ചന, നീ ഇനി എന്ത് പറഞ്ഞാലും ശരി. എൻ്റെ അനുജത്തിയുടെ കണ്ണുനീരാ ഞാൻ കണ്ടത്, എൻ്റെ അനഘയുടെ കണ്ണുനീര്. അതുകൊണ്ട് തന്നെ ആ കണ്ണുനീരിന് മുകളിൽ ആരും ഇവിടെ അവരുടെ സ്വർഗം പടുത്തുയർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കണ്ണുനീരിനും വിലയുണ്ട്, ഞങ്ങളുടെ വേദനയ്ക്കും അതിനും വിലയുണ്ട് എന്ന് പറഞ്ഞ് അവന്തിക ഇവിടെ നിന്ന് ഒരു കാരണവശാലും ആതിരയെ കയറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പോകാനായി അവന്തിക ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അർച്ചന വീണ്ടും ഏട്ടത്തി എന്ന് വിളിച്ച് അവന്തികയുടെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ആതിര വിളിച്ചു പറഞ്ഞു, ചേച്ചി വേണ്ട, എനിക്ക് വേണ്ടി ചേച്ചി ആരുടെയും കാല് പിടിക്കണ്ട. ഞാനിവിടേക്ക് വന്നത് ഇവിടെ കയറി താമസിക്കാൻ വേണ്ടിയല്ല. ഓരോരുത്തരും ഈ ഒരു അവസരം ശരിക്കും മുതലെടുക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സന്ധ്യനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. അവനിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ, അവൻ്റെ ഒരു തീരുമാനം അറിയാൻ. അവൻ എന്നോടത് പറഞ്ഞു കഴിഞ്ഞു. അവൻ എൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് അവൻ്റെ സന്തോഷമെന്ന്. അതുകൊണ്ട് സന്ദീപേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വരാം, അതല്ലെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ കഴിയാം എന്ന് ആതിര സന്ദീപിനോട് അറിയിച്ചു. നിനക്ക് എൻ്റെ വീട്ടിലോ ഇവിടെയോ എവിടെയും നമ്മളെ ആരും സ്വീകരിച്ചെന്ന് വരില്ല. എങ്കിലും മറ്റെവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം. നിനക്കതിന് കഴിയുമെങ്കിൽ എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവന്തിക പറഞ്ഞു, ആതിരെ അനാവശ്യമായി എന്ന് പറഞ്ഞപ്പോഴേക്കും ആതിര പറഞ്ഞു, നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞതുമില്ല, നിങ്ങളുടെ അഭിപ്രായവും എനിക്ക് കേൾക്കണ്ട. ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നത്. സന്ദീപേ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാം, അല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനവും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് ആതിര അറിയിച്ചു. ഇത് മറ്റാരോട് എതിർപ്പ് കാട്ടാനോ മറ്റാരെയും വെല്ലുവിളിക്കാനോ അല്ല. എനിക്ക് സന്ദീപിനെയും കുഞ്ഞിനെ സുരക്ഷിതമായി സന്ദീപിന്റെ കുഞ്ഞിനോടൊപ്പം സന്ദീപിനെയും കൂടെ എനിക്ക് കഴിയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു ആതിര അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്ദീപ് വിളിച്ചു, ആതിരെ. ആ വിളി കേട്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കുമ്പോൾ ശശിയെ ഒന്ന് പിന്തിരിഞ്ഞ് സന്ദീപ് നോക്കുന്നു. അതിനുശേഷം സന്ദീപ് വേഗം ആതിര അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആതിരെ, ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ്. നിന്നെ ഞാൻ സ്നേഹിച്ചതും ആരും അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ശരി, ആരൊക്കെ എതിർത്താലും ശരി, ഞാൻ ആതിരയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ആതിരയ്ക്കൊപ്പം തന്നെ ഞാനും ഇറങ്ങുന്നു. വാ ആതിരെ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയുടെ ബാഗ് കയ്യിൽ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ട ഉടനെ ആതിര സന്ദീപും കൂടി ആ വീട് വിട്ടിറങ്ങുന്നത് കണ്ട് ആകെ പകച്ചു നിൽക്കുന്ന അർച്ചന മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, സന്ദീപേ, പോകാൻ വരട്ടെ. ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി ഞാനാണല്ലോ നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയും യോഗ്യതയും എനിക്കുമില്ല. എൻ്റെ മനസ്സ് അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഞാനും ഈ വീടിൻ്റെ പടിയിറങ്ങുന്നു എന്ന് അർച്ചന അറിയിച്ചു. അർച്ചന അങ്ങനെ വേദനയോട് ആ തീരുമാനം എടുത്തത് കേട്ട് സച്ചിയും മുന്നിലേക്ക് വന്നു. എന്നെയും അർച്ചനയും ഒന്നിപ്പിച്ചത് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണല്ലോ. അതിനാണല്ലോ ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അർച്ചന ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാനും അർച്ചനയ്ക്കൊപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്.
ഇത് ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാനായി എല്ലാവരും ഞങ്ങളെ ഒരുമിപ്പിച്ചത് കൊണ്ട് തന്നെ അർച്ചനയുടെ കൂടെ ഞാനും പടിയിറങ്ങുന്നു എന്ന് സച്ചി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സച്ചിയും സന്ദീപും അർച്ചനയും ആദ്യം അവിടെ നിന്ന് പോകുന്നത് കണ്ട് വേഗം സ്നേഹ അരികിലേക്ക് ഓടിയെത്തി. ഏട്ടാ, എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോകല്ലേ, നിങ്ങൾ പോയാ ഞാനും കൂടെ വരും എന്ന് സ്നേഹ പറഞ്ഞു. അത് കേട്ട ഉടനെ അവന്തിക സ്നേഹയെ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, വേണ്ട ഏട്ടത്തി, എന്നെ വിളിക്കണ്ട. അർച്ചനയെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന്. ഞാൻ അവരുടെ കൂടെ പോകൂ. ഇവരെവിടെയുണ്ടോ അവരുടെ കൂടെ അവിടെ ഞാനും കാണൂ എന്ന് സ്നേഹ അറിയിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛന്റെ മറുപടിക്കായിട്ട് അല്പനേരം കൂടി ഈ വാതുക്കലുണ്ടാകും, ഈ മുറ്റത്ത് തന്നെ. അച്ഛൻ ഇപ്പൊ എടുത്ത തീരുമാനത്തിൽ തന്നെ അച്ഛൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞങ്ങൾ ഈ പടി കയറുകയില്ല. അച്ഛന് തീരുമാനിക്കാം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു. വാ അർച്ചന, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും സന്ദീപും ആതിരയും ഒപ്പം സ്നേഹയും കൂടി ആ നെല്ലിശ്ശേരി വീടിന്റെ പടി ഇറങ്ങുന്നു. അങ്ങനെ അവർ അവിടെ നിന്നിറങ്ങി നേരെ കാറിനരികിൽ ചെന്ന് അങ്ങനെ നിന്നു. ഈ സമയത്ത് സേതുമാധവനാകെ തനിച്ചായി. അപ്പോഴേക്കും അവന്തികയും അനഘയും കൂടി അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ സേതുമാധവൻ ആകെ സങ്കടപ്പെട്ട് അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഇടിയും മിന്നലും, പെട്ടെന്നൊരു വലിയ മഴയും പെയ്യുന്നു. ഈ സമയത്ത് സേതുമാധവൻ എന്ത് തീരുമാനിച്ചെന്നറിയാൻ പുറത്ത് കാത്തു നിൽക്കുന്ന സന്ദീപും മറ്റെല്ലാവരും ആ പെരുമഴയത്ത് നനഞ്ഞു നിന്നു. സച്ചിയും സന്ദീപും അർച്ചനയും ആതിരയും സ്നേഹയും ഒക്കെ ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് അങ്ങനെ ആ കാറിനരികിൽ തന്നെ അവർ 5 പേരും നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ വാതിക്കലേക്ക് എത്തി. മക്കൾ ആ തോരാമഴയത്ത് അങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് സേതുമാധവൻ ഒരു തീരുമാനമെടുക്കാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് തന്റെ കയ്യിലെ ബാഗ് മാറ്റിവെച്ച് വേഗം ആതിരയുടെ അരികിലേക്ക് ചെന്ന് ആതിരയെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അനഘയും അവന്തികയും വലിയ സന്തോഷത്തിലായി. അനഘ പറഞ്ഞു, മതി ചേച്ചി, അങ്ങനെ എല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, ശല്യങ്ങളായിട്ടുള്ള എല്ലാം. ഇനി ഒരിക്കലും അവർ തിരികെ കയറാതിരിക്കുന്ന വിധത്തിൽ സേതുമാധവന്റെ മനസ്സിൽ നമുക്ക് അവർക്കെതിരെയുള്ള വിഷം കുത്തിവെക്കണം എന്ന് അനഘ പറഞ്ഞു. അതോടെ നമ്മൾ ജയിച്ചു. ഇപ്പോ ഈ വീട് നമുക്ക് മാത്രം സ്വന്തമായി ചേച്ചി എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ അനഘയുടെ സന്തോഷമൊന്നും അവന്തികയുടെ മുഖത്ത് അനഘ കണ്ടില്ല. ഉടനെ അവന്തികയോട് അനഘ ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചിക്ക് എന്താ യാതൊരു സന്തോഷവുമില്ലാത്തത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചേച്ചിയുടെ മുഖം തെളിഞ്ഞില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, ഇടിമോളെ, ഇപ്പൊ ആ പുറത്തു നിന്ന് മഴ നനയുന്നവരെല്ലാം അല്പസമയത്തിനുള്ളിൽ എല്ലാവരും ഈ വീട്ടിൽ തിരിച്ചു കയറും, അത് തീർച്ചയാണ് എന്നറിയിച്ചു. ഉടനെ അനഘ ചോദിച്ചു, അങ്ങനെ സംഭവിച്ചാലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. എടി, നീ എന്താ കരുതിയിരിക്കുന്നത്? സ്വന്തം മക്കൾ ആ പെരുമഴയത്ത് നിന്ന് അങ്ങനെ നനഞ്ഞു കുളിച്ചു നിൽക്കുമ്പോ സേതുമാധവന്റെ മനസ്സിളകില്ലെന്നോ? എന്തായാലും സേതുമാധവൻ അല്പസമയം കഴിയുമ്പോൾ എന്റെ മുന്നിലേക്ക് എത്തും, എന്ത് തീരുമാനം എടുക്കണം എന്നാ ചോദിച്ചുകൊണ്ട്. മക്കളെ പെരുമഴയത്ത് നിർത്തി നനയ്ക്കാനാകാതെ മക്കളെയെല്ലാം തന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ആ സമയത്ത് ഞാൻ തന്നെ അവരെ അകത്ത് കയറാനായി അനുവദിക്കും. ഇത് കേട്ട ഉടനെ അനഘ ചോദിച്ചു, ചേച്ചി, ചേച്ചി എന്താ ഈ പറയുന്നത്? ആ ശല്യങ്ങളെയെല്ലാം ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നമുക്ക് സമാധാനത്തോടെ നിൽക്കാമായിരുന്നല്ലോ, ഇനി അവരെ എന്തിനാ ഇവിടേക്ക് തിരിച്ചു കയറാൻ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അവന്തിക പറഞ്ഞു, എടിമോളെ, നിനക്കറിയില്ല, ഞാൻ വേഗം ചെന്ന് അതിനങ്ങ് സമ്മതിക്കുമെന്നല്ല പറഞ്ഞത്. കുറച്ചു നേരം ഞാൻ ബലമിട്ട് നിൽക്കും. കാരണം അർച്ചനയുടെ കുറെ കുറ്റങ്ങളൊക്കെ ഞാൻ പറയും, നമ്മളോട് അവർ ചെയ്ത ദ്രോഹങ്ങളൊക്കെ എല്ലാം കുറ്റപ്പെടുത്തലുകളായി ഞാൻ പറയും. അതിനുശേഷം അർച്ചനയെ അങ്ങനെ താഴ്ത്തി താഴ്ത്തി സേതുമാധവന്റെ മനസ്സിൽ അവൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതാക്കും. അവസാനം അർച്ചനയേക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഈ അവന്തിക ആ സേതുമാധവന്റെ മനസ്സിൽ കയറിപ്പറ്റും. അതെങ്ങനെയെന്നല്ലേ? മക്കളെയെല്ലാം തിരികെ കയറാനായി അനുവദിച്ചുകൊണ്ട്. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്തവർക്ക്, ഇത്രയൊക്കെ വേദന നമുക്ക് സമ്മാനിച്ചവർക്ക് നമ്മൾ വളരെ സ്നേഹത്തോടെ മധുരമായി പ്രതികാരം ചെയ്യുന്നു. അതായത് അവരെ എല്ലാവരെയും ഈ വീട്ടിൽ കയറാനായി അവസാനം മനസ്സില്ലാ മനസ്സോടെയെങ്കിലും വലിയൊരു മനസ്സിനുടമ എന്ന് തെളിയിക്കുവാനായി അത്തരം ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്നത് പോലെ സേതുമാധവന്റെ മുന്നിൽ ഞാൻ അഭിനയിക്കും. അവസാനം മക്കൾ കയറിക്കോട്ടെ എന്ന് അനുമതി നൽകും. ആ സമയത്ത് സേതുമാധവന്റെ മനസ്സിൽ എനിക്കുണ്ടാകുന്ന സ്ഥാനം എത്രത്തോളം ഉയരത്തിലാണ് നീ തിരിച്ചറിയണം എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അനഘ പറഞ്ഞു, എങ്കിലും ചേച്ചി, അതിന്റെ ആവശ്യമുണ്ടോ? ഇനി അഥവാ ചേച്ചിയോട് അങ്ങനെ
പുള്ളി ചോദിച്ചില്ലെങ്കിലോ അവർ പൊയ്ക്കോട്ടെ എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയാലോ സേതുമാധവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാലോ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്നിട്ട് പറയും. അച്ഛാ, സാരമില്ല, അവരോട് നമുക്ക് ക്ഷമിക്കാം. കാരണം ഇത്രയൊക്കെ ദ്രോഹം ചെയ്തെങ്കിലും അവര് നമ്മുടെ ഈ കുടുംബത്തുള്ളവരല്ലേ. അവരെ അങ്ങനെ പെരുവഴിയിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞ് വലിയ ഒരു മനസ്ഥിതിയുള്ള ഒരാളെ പോലെ ഞാൻ സേതുമാധവന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കും. അവസാനം അയാൾ എന്റെ ആ അഭിനയത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യും എന്ന് അവന്തിക അറിയിച്ചു. ഉടനെ അനഘ ചോദിച്ചു, എങ്കിലും ചേച്ചി, അവരെ എന്തിനാ എവിടേക്ക് തിരിച്ചു കയറ്റുന്നത്? നമ്മുടെ പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ ചേച്ചിക്ക് എന്ന് ചോദിച്ചത് അവന്തിക പറഞ്ഞു, അതെ, അവരെല്ലാവരും തിരിച്ചിവിടേക്ക് കയറട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഒന്നേന്ന് തുടങ്ങാൻ. നീ ഓർത്തോ, അവരെല്ലാവരും ഇവിടേക്ക് തിരികെ കയറി കഴിയുമ്പോഴാണ് ഇനി ഈ അവന്തിക ശരിക്കും ഈ വീട്ടിൽ കിടന്ന് കളിക്കാൻ പോകുന്നത്. നീ നോക്കിക്കോ, ഇവിടേക്ക് മക്കളെ തിരികെ കയറ്റുമ്പോ സേതുമാധവന് മുന്നിൽ ഞാൻ ചില നിബന്ധനകളൊക്കെ വെക്കും. ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മക്കളെ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കൂ എന്ന് അവന്തിക പറയുന്നു. ഈ സമയത്ത് വീണ്ടും മഴ ശക്തമായി പെയ്യുന്നത് കണ്ട് സേതുമാധവന്റെ മനസ്സ് വല്ലാതെ പിടിഞ്ഞു. ആ പെരുമഴയത്ത് നിന്ന് നനയുന്ന മക്കളെ നോക്കി സങ്കടത്തോടെ സേതുമാധവൻ അങ്ങ് നിൽക്കുമ്പോൾ അവന്തിക താഴേക്ക് ഇറങ്ങി വന്നു. ഉടനെ തന്നെ അവന്തികയുടെ അരികിലേക്ക് സേതുമാധവൻ എത്തി. മോളെ അവന്തിക എന്ന് വിളിച്ചു. എന്താ അച്ഛാ എന്ന് അവന്തിക ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു, മോളെ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, അച്ഛൻ എന്താ പറയാൻ വരുന്നെന്ന് എനിക്ക് മനസ്സിലായ അച്ഛാ, പക്ഷേ അത് വേണ്ട അച്ഛാ, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക സേതുമാധവനോട് പറയുന്നു. അത് കേട്ടതും സേതുമാധവനാകെ നിരാശയോടെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അച്ഛാ, അത് മറ്റൊന്നും കൊണ്ടല്ല, അത്രത്തോളം എന്നെയും എന്റെ അനുജത്തിയെയും വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരത്രമേൽ അർച്ചന ഈ കുടുംബത്തോട് അത്രയും വലിയൊരു ചതി ചെയ്തു. അതുകൊണ്ട് തന്നെ അക്കാരണത്താലാണ് അച്ഛാ എനിക്ക് ആതിരയോട് മാത്രമേ ദേഷ്യമുള്ളൂ. ഇത്രയും വലിയൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകാനുള്ള കാരണക്കാരി അർച്ചനയല്ലേ എന്ന് സേതുമാധവനോട് അവന്തിക പറയുമ്പോൾ പുറത്തുനിന്ന് മഴ നനഞ്ഞു നിൽക്കുന്ന മക്കളെ നോക്കി ആകെ സങ്കടത്തോടെ വീണ്ടും സേതുമാധവൻ നോക്കുന്നു.